ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മേക്ക് ചെയ്യാനായിട്ട് ഇവിടെ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് പല സൈസിലുള്ളതുണ്ട് കേട്ടോ. അത് നമുക്ക് മേക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോവാം സൈസ് എത്രയാണെന്ന്. പിന്നെ നമ്മൾ ബ്ലാക്ക് കളറിലെ സാറ്റിൻ കവർ ചെയ്ത ഒരു ബോ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ഒരു ഗിയർ വയറാണ്. ഞാൻ ഗോൾഡൻ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഗോൾഡൻ കളറിലെ ഗിയർ വയർ ഒരു ചെറിയ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ പോർഷനിലോട്ട് ആദ്യത്തെ ബീഡ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ വൈറ്റ് കളറിലെ പേൾ ബീഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് 6 mm ആട്ടോ. അപ്പം ആദ്യം ഇതിനെ ഇതേപോലെ ഇട്ട് കൊടുത്ത് സെൻറ്ററിൽ കറക്റ്റായിട്ട് കൊണ്ടുവച്ചതിന് ശേഷം ഇതിനെ നമുക്ക് പിരിച്ചെടുക്കാം. അതായത് നമ്മൾ ഹെയർ വെയിനൊക്കെ ഉണ്ടാക്കാനായിട്ട് ചുറ്റിയെടുക്കത്തില്ലേ, അതേപോലെ തന്നെ ഇതിനെ നന്നായിട്ട് പിരിച്ചെടുക്കാം. ഇതുപോലെ പിരിച്ചെടുക്കുന്നതിലാണ് ഇതിൻ്റെ ഭംഗി വരുന്നത്. അപ്പം മാക്സിമം എത്രയും നന്നായിട്ട് പിരിച്ചെടുക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് പിരിച്ചെടുക്കുക. എങ്കിൽ മാത്രമേ അത് കാണാനൊരു ഭംഗി ഉണ്ടാവത്തുള്ളൂ. അപ്പം നമ്മൾ ഇത് ആദ്യത്തേതൊക്കെ മാത്രമേ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുള്ളൂ. അപ്പം അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മൾ പെട്ടെന്ന് മേക്ക് ചെയ്ത് പോകും കേട്ടോ. അപ്പം ആദ്യം ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ 3 mm ഗോൾഡൻ കളറിലെ ബീഡാണ് എടുക്കുന്നത്. ഈ ബീഡ് എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം മേക്ക് ചെയ്ത ഈ വൈറ്റ് കളറിലെ പേൾ ബീഡിൻ്റെ തൊട്ട് താഴെ വരുന്ന രീതിയിലാണ് അടുത്തത് വെച്ച് നമ്മൾ ഇതുപോലെ പിരിച്ചെടുക്കുന്നത്. അപ്പം ഇതേപോലെ നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ പിരിച്ചെടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഒരു ബഞ്ചായിട്ട് ഇതുപോലെ പിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളൊരു വൈറ്റ് കളറിലെ ബീഡ്, അത് കഴിഞ്ഞ് ഗോൾഡൻ കളറിലെ ബീഡ്, പിന്നെ നമ്മളൊരു ക്രിസ്റ്റൽ ബീഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു റോസ് കളറിലെ ബീഡ്. ഇത്രയും ബീഡ്സ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇത് 2 mm-ൻ്റെയും 3 mm-ൻ്റെയും ആയിട്ടുള്ള ബീഡ്സാണ് കേട്ടോ. അപ്പോൾ ദാ സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെയാണ് ആദ്യത്തെ ഒരു ബഞ്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് നമ്മൾ മേക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അത് കുറച്ചും കൂടെ ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. അത് വേറെ ഡിസൈൻസൊക്കെയാണ് എടുക്കുന്നത്. ആദ്യം 3 ക്രിസ്റ്റൽ ബീഡ്സ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ പിരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പിരിച്ചെടുക്കുമ്പോൾ ഈ കാണിക്കുന്ന പോലത്തെ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 3 എണ്ണം യൂസ് ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ്സ് അത്രയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് ഓരോ ഷേപ്പ് നമുക്ക് കിട്ടും. അടുത്ത് നമ്മൾ സീഡ് ബീഡാണ് ഉപയോഗിക്കുന്നത്. അതായത് ഷുഗർ ബീഡിനേക്കാളും കുഞ്ഞായിട്ടുള്ള ബീഡ്സ്. ഇതിൽ ഒരു 15 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരു ലീഫിൻ്റെ ഇലയുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് പിരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, തൊട്ടിപ്പുറത്തെ സൈഡിൽ കാണുന്ന പോലത്തെ ഒരു ഷേപ്പാണ് നമ്മൾ മേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇനി നമ്മൾ മേക്ക് ചെയ്യാനായിട്ട് ഇവിടെ റോസ് കളറിൽ ഒരു 5 ബീഡാണ് എടുത്തിട്ടുള്ളത്. 3 mm-ൻ്റെ ആട്ടോ. ഇത് 5 എണ്ണം ഒന്നിച്ച് ചേർത്ത് ഇതുപോലെ പിരിച്ചെടുക്കുക. അപ്പം നമുക്ക് ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഇത്രയും ഒരു ബഞ്ചായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കറക്റ്റായിട്ടിരിക്കാനായിട്ട് ബാലൻസ് ഉള്ള ഗിയർ വയറിനെ ചുറ്റിച്ചെടുക്കുക. അതിനുശേഷം നേരത്തെ നമ്മൾ മേക്ക് ചെയ്ത് വെച്ചിരുന്നതിൻ്റെ പുറത്തു കൂടി ഇതുപോലെ ഇതിനൊന്ന് വെച്ച് രണ്ടിനെയും ഒന്നിച്ച് ചേർത്ത് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഇതുപോലെ യോജിപ്പിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഐറ്റം മേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഒരു ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ 2 എണ്ണം നമ്മൾ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 2 എണ്ണത്തിനെയും കൂടെ നമുക്ക് ജോയിൻ ചെയ്ത് വെക്കണം. അപ്പം നമ്മൾ ബാലൻസ് കുറച്ച് പോർഷൻ താഴോട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനെ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് ഒന്നിച്ച് ഒറ്റ ഇതായിട്ട് എടുക്കുക. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഐറ്റമാണ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഇതിനെ നമ്മുടെ ബോയിലോട്ട് ഇനി യോജിപ്പിച്ച്, അപ്പം ബോയിൽ വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും താഴ്ന്ന ഏകദേശം ഒരു കൈയളവ് വിട്ടതിന് ശേഷമുള്ള പോർഷനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇവിടെ ഇതുപോലെയാണ് വെച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഗ്ലൂ ഗണ്ണോ ഒന്നല്ല ഉപയോഗിക്കുന്നത്. പകരം ഉപയോഗിക്കുന്നത് ഡബിൾ സൈഡ് ടാപ്പാണ് കേട്ടോ. ഡബിൾ സൈഡുള്ള സെല്ലോ ടാപ്പിനെ ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ ബോയിൽ എത്ര പോർഷനാണോ വേണ്ടത് അത്രയും പോർഷനിൽ ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ പുറത്താണ് നമ്മൾ ഈ മേക്ക് ചെയ്ത് വെച്ചെടുക്കുന്നത്. അപ്പോൾ ഭയങ്കര എലഗൻറ്റ് ലുക്കായിട്ടുള്ള പാർട്ടി വെയറൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ബോ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് നമ്മുടെ വാവ വെച്ചിട്ടുള്ള വീഡിയോയും കൂടെ ഒന്ന് ചേർത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഭംഗിയായിട്ടാണ് ഈ ബോ നമുക്ക് കിട്ടുന്നതെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളും കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ബോയിൽ ഇതുപോലെ ഇതിനെ വെച്ച് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഫിക്സ് ആയിട്ടിരുന്നോളും, നമുക്ക് ഗ്ലൂ ഗണ്ണിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല കേട്ടോ. അപ്പോൾ കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ടാണ് നമുക്ക് ബോയിൽ ഇതിനെ വെച്ചെടുക്കാൻ സാധിച്ചിരുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷൻ കൂടെ നമുക്ക് കവർ ചെയ്യണം.
അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇതുപോലെ ബ്ലാക്ക് കളറിൽ ഒരു റിബണാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാൻ അങ്ങനെ അളവൊന്നും എടുക്കുന്നില്ല, ഒരു ഏകദേശ കണക്ക് വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ 2 വശവും നമ്മൾ ലൈറ്റർ ഉപയോഗിച്ച് ഹീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തോട്ട് ഇതുപോലെ നമ്മുടെ ഡബിൾ സൈഡ് ടാപ്പിനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് അത്രയും പോർഷൻ ഇതുപോലെ ഡബിൾ ടാപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ മാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ സെൻറ്റർ പോർഷൻ ഇല്ലേ, അത് കവർ ചെയ്യാനായിട്ട് ആ പോർഷനിലാണ് നമ്മൾ ഈ റിബണ് ചുറ്റിച്ചെടുക്കുന്നത്. അപ്പം ഞാൻ അതുപോലെ ബോയിൽ വെച്ച് ആ സെൻറ്റർ പോർഷൻ കവർ ചെയ്ത് ചുറ്റിച്ചെടുക്കുവാണേ. അപ്പോൾ ഇവിടെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി ഈ സെൻറ്റർ പോർഷനിൽ നമ്മൾ കുറച്ച് ബീഡ്സ് വെച്ച് കവർ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് സൂചി നൂലെടുത്ത് ആ നമ്മുടെ റിബണിൽ ഇതുപോലെ നമ്മുടെ ബീഡ്സിനെ കൊരുത്തെടുക്കുകയാണ്. അപ്പം ഞാൻ ഒരു 4 ബീഡ്സ് എന്ന കണക്കിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മളിതാ ഇതുപോലെ ബീഡ്സിനെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ബാലൻസ് എവിടെയെങ്കിലും ബീഡ്സിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ പോർഷനും കൂടെ കവർ ചെയ്തോളൂ കേട്ടോ. അപ്പം നമ്മളിതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അതിനുശേഷം ഈ നമ്മുടെ സൂചി നൂലിനെയും കെട്ടിട്ടെടുക്കുക. ഇതുപോലെ ബാലൻസ് കട്ട് ചെയ്ത് മാറ്റാം. നല്ല ഭംഗിയുള്ള ബോയാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണം കേട്ടോ. ശരിക്കും ഈ ബോ കാണാൻ എന്തുമാത്രം ഭംഗിയാണെന്ന് അറിയിക്കാനായിട്ടാട്ടോ നമ്മുടെ വാവയുടെ തലയിൽ ഇതുപോലെ വെച്ചിട്ടുള്ള വീഡിയോ എടുത്തിട്ടുള്ള. കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പാർട്ടിക്കൊക്കെ സിമ്പിളായിട്ട് നല്ല ഭംഗിയിൽ വെച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പം മാക്സിമം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.